വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആക്ടർ ദീപിക പദുകോൺ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. എന്തെന്നറിയാത്ത രീതിയിൽ സങ്കടങ്ങൾ വരുന്നു. പെട്ടെന്ന് കരയുന്നു. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു ശൂന്യത, എംറ്റിനെസ്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു തുടങ്ങുന്നു. 2014 വിഷാദ രോഗത്തിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങുന്ന സമയത്ത് കരിയറിൽ സക്സസിൻ്റെ പീക്കിലായിരുന്നു ദീപിക പദുകോൺ ഉണ്ടായിരുന്നത്. ദീപിക പദുകോണിലെ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് അമ്മയാണ്. ഉടനെ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും ഗുരുതരമായിട്ടുള്ള വിഷാദ രോഗമാണിതെന്ന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു. 5 സ്റ്റെപ്സിലൂടെയാണ് ഡിപ്രഷനെ ദീപിക ഓവർകം ചെയ്യുന്നത്. ഫസ്റ്റ്, രോഗമുണ്ട് എന്ന് അംഗീകരിക്കൽ. തനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ദീപിക പിൽക്കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. സെക്കൻഡ്, മെഡിക്കൽ സപ്പോർട്ട്. തേർഡ്, ഫാമിലി സപ്പോർട്ട്. ദീപികയുടെ അമ്മയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. 4, ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്. ദീപിക ഇത്രയും വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സമയത്തും പൊതുപരിപാടികളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു, സിനിമകളിലും അഭിനയിക്കുന്നുണ്ടായിരുന്നു. 5, ഷീ ഓപ്പൺലി ഡിസ്ക്ലോസ്ഡ് അബൌട്ട് ഹെർ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി തനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നും അതിൽ നിന്ന് സുഖം പ്രാപിച്ചുവെന്നും തുറന്നു പറയുന്നത് ദീപിക പദുകോൺ ആയിരുന്നു. ഒരു താരത്തെ കൊണ്ട് ഇത് സാധിച്ചപ്പോൾ പിന്നീട് സംഭവിച്ചത് ചരിത്രം. 2015 ദ ലിവ് ലവ് ലവ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു മാനസികാരോഗ്യ സംഘടന ദീപിക പദുകോൺ ആരംഭിച്ചു. ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: മെന്റൽ ഇൽനെസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റിഗ്മകളെല്ലാം റെഡ്യൂസ് ചെയ്യുക, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയെക്കുറിച്ച് ആവശ്യത്തിനുള്ള അവയർനെസ് കൊടുക്കുക, മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുക, പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളവർക്ക് അതിനുള്ള ആക്സസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക, മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വേണ്ടി കമ്മ്യൂണിറ്റീസിനെ ട്രെയിൻ ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. ദീപികയുടെ ലൈഫ് നമുക്ക് തരുന്നൊരു മെസ്സേജ് ഇതാണ്: വിജയം, പ്രശസ്തി, പണം ഇതൊന്നും മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ സംരക്ഷിക്കണമെന്നില്ല. ലോകം മുഴുവൻ നിങ്ങളെ വലിയൊരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ എന്തിനോടെങ്കിലും ഒക്കെ ആയിട്ട് പോരാടുകയായിരിക്കും. വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല. സപ്പോർട്ട് എടുക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഫെയിലിയറും അല്ല. അതിനുള്ള ധൈര്യം സംഭരിക്കുന്നതാണ് യഥാർത്ഥ സക്സസ്.